തിരുവനന്തപുരത്ത് വീടു കയറി യുവതിയെയും കുടുംബത്തെയും അതിക്രൂരമായി മർദ്ദിച്ച അയൽവാസിയും കുടുംബവും. മർദ്ദനത്തിൽ പരിക്കേറ്റ യുവതിയും കുട്ടികളും ചികിത്സയിലാണ്. വീടിനോട് ചേർന്ന മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വീട് കയറിയുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരം കരകുളം കളത്തുംകാലിൽ സൈനികനായ ചിഞ്ചു കൃഷ്ണന്റെ വീടാണ് വൈകിട്ടോടെ അയൽവാസികൾ ആക്രമിച്ചത്. അപ്പം എൻ്റെ മരുമോളെ വിളി കേട്ടുകൊണ്ട് ഞാനും അച്ഛനും കൂടെ ഓടി ചെന്നപ്പോഴേ അവൾ അതിനകത്തിട്ട് അടിക്കണതാണ് ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പിടിച്ചപ്പോൾ അച്ഛനെ അടിച്ച് എൻ്റെ മുതുകിൽ 2 ഇടി, ഈ കൊച്ചിനെ പിടിച്ച് തള്ളി. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ അയൽവാസികൾ മാരകായുധങ്ങളുമായി പ്രിയങ്കയെയും കുട്ടികളെയും ആക്രമിക്കുകയായിരുന്നു. വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആദർശ് എന്നോടത്ത് വന്നിട്ട് എൻ്റെ ഫോണിനെ പിടിച്ചു വാങ്ങിക്കുകയും എന്നെ നിലത്തിട്ട് ഇവർ 3 പേരും കൂടെ ചവിട്ടി ഉരുട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ വിളി ഒരുപാട് ഒച്ചത്തിലായിപ്പോയി. എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കയറി. മതിലുമായി ബന്ധപ്പെട്ട് അയൽവാസികൾ നിരന്തരം ഇവരെ ആക്രമിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. സൈനികന്റെ പരാതിയിൽ പോലീസ് അയൽവാസികളെ വിളിച്ചുവരുത്തി ഉപദേശിച്ച് വിട്ടയക്കുകയായിരുന്നു. പിന്നീടും ഇവർ അതിക്രമം തുടർന്നു. സൈനികൻ വീട്ടിലില്ല എന്ന് കണ്ടാണ് അയൽവാസിയും കുടുംബവും പ്രിയങ്കയെയും പ്രായമായ മാതാപിതാക്കളെയും കുട്ടികളെയും മർദ്ദിച്ചത്. യുവതിയുടെ പരാതിയിൽ നെയ്യാറ്റിൻകര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.